ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 2ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഷെങ് മിയാൻ ഇപ്പോൾ ഫൂവിൻ്റെ വീട്ടിലാണുള്ളത്. അവൻ്റെ അമ്മ അവളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അവനിവിടെ വന്നിട്ടുണ്ട്, നിന്റെ ഡിവോഴ്സ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഡിവോഴ്സ് പേപ്പറുമായിട്ട് വീട്ടിലേക്ക് വന്നത് ഫൂ അല്ല, പകരം അവൻ്റെ അസിസ്റ്റൻ്റാണ്. ഫൂവിന് ബിസിനസ് തിരക്കായത് കാരണം അവൻ എത്തിയിട്ടില്ല. ഈ ഡിവോഴ്സ് പേപ്പറിൽ ഷെങ് മിയാൻ സൈൻ ചെയ്ത് കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡിവോഴ്സ് കിട്ടും. ഫൂവിൻ്റെ അമ്മ അവളുടെ അടുത്ത് ആ പേപ്പർ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് കോർട്ടിൽ പോയിട്ട് ഡിവോഴ്സ് പേപ്പർ വാങ്ങണം എന്നും പറയുന്നുണ്ട്. അവളത് സൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. ഷെങ് മിയാന് മറ്റൊരു പേരുണ്ട്, അത് പെന്നി എന്നാണ്. അവളൊരു ഡിസൈൻ കമ്പനിയുടെ ഓണറാണ്. ഇവളൊരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഈ കാണുന്ന പയ്യൻ. അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഈ സ്റ്റുഡിയോ പണയം വെച്ചിട്ട് അവനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആ കാര്യം അവൻ അവളോട് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ നമ്മുടെ സ്റ്റുഡിയോയാണോ പണയം വെച്ചേ? അപ്പോൾ ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്, സ്റ്റുഡിയോ പണയം വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഉടനെ തന്നെ ആ പണം തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ ബാങ്ക് കോൺഫിസ്കേറ്റ് ചെയ്യും. അത് കേൾക്കുമ്പോൾ അവൾ അവന് കുറേ വഴക്ക് പറയുകയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ഇത്രയും വലുതായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞേ. അപ്പോൾ ഫ്രണ്ട് പറയും, നീ എന്നെ വഴക്ക് പറയില്ലേ, നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെ സേവ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. നിനക്ക് ഫൂ ഫൗണ്ടേഷൻ്റെ CEO മിസ്റ്റർ ഫൂവിനെ അറിയാമോ? അയാളിപ്പോൾ ഒരു ലാവിഷ് വില്ല വാങ്ങിയിട്ടുണ്ട്. അയാളുടെ വെഡ്ഡിങ് പ്രസൻ്റായിട്ട് വാങ്ങിയെന്നാണ് കേൾക്കുന്നത്. അയാളുടെ ഫസ്റ്റ് ലവായിട്ടുള്ള ഷയോ ചിങ്ങിന് വേണ്ടിയിട്ടെന്നാണ് കേൾക്കുന്നത്. ഷയോ ആണെങ്കിൽ മറ്റൊരു റിച്ച് ഫാമിലിയിലുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ എന്തായാലും ആ വില്ല ഡിസൈൻ ചെയ്യാൻ വരുന്നവർക്ക് അയാൾ ലാവിഷ് എമൗണ്ട് കൊടുക്കും. നമുക്ക് ഈ ഡീൽ കരസ്ഥമാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ സേവ് ചെയ്യാനായിട്ട് പറ്റും. അവളിതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടിട്ട് ആ ഫ്രണ്ട് പറയാണ്, പ്ലീസ് എടി, നിനക്ക് മാത്രമേ ഇനി നമ്മുടെ സ്റ്റുഡിയോ സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നീ ഇതിന് സമ്മതിക്കണം. അങ്ങനെ അവൾ സമ്മതിക്കും. അപ്പോൾ അവൻ പറയാണ്, ഇന്ന് രാത്രി ബാറിൽ 8 മണിക്ക് നീ അയാളെ കാണാനായിട്ട് പോകണം. ഇവിടെ ഫോനാണെങ്കിൽ ഒരു കോള് വരികയാണ്. അവൻ്റെ ഏതോ കസിൻ വിളിക്കുന്നതാണ്. നൈറ്റ് ബാറിൽ രാത്രി വരാൻ പറയുന്നതാണ് കസിൻ. ഫോന് വേണ്ടി എന്തോ വലിയൊരു പ്രസൻറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാനാണ് കസിൻ പറയുന്നത്. ഫൂ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഗേൾസാണ് ഇരിക്കുന്നത്. അവരിങ്ങനെ ഹായ് പറയുന്നുണ്ട്. ഫൂ ഉടനെ വിളിച്ച് കസിനോട് ചോദിക്കും, ഇതാണോ നീ പറഞ്ഞ വലിയ പ്രസൻറ്റ്? അപ്പോൾ കസിൻ പറയും, അവരൊന്നും അല്ല വലിയ പ്രസൻറ്റ്, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് ടൈമിങ്ങിൽ ഷെങ് മിയാൻ അവിടെ എത്തും അവനെ കാണാനായിട്ട്. അവളിങ്ങനെ നടന്നു വരുന്നതിനിടെ കാല് തട്ടി മറിഞ്ഞ് അവൻ്റെ പുറത്തേക്ക് വീഴാണ്. അപ്പോൾ അവളുടെ ലിപ്സ്റ്റിക്ക് അവൻ്റെ ഷർട്ടിലാകും. അവൻ ഇവളെക്കുറിച്ച് വിചാരിക്കുന്നത് ഈ കാശുകാരുടെ പുറകെ നടക്കുന്ന പെൺകുട്ടി എന്ന രീതിയിലാണ്. അവൾ അവനോട് സോറി പറയും. എന്നിട്ട് പറയും, ഞാനിത് മനഃപൂർവ്വമല്ല, കോയിൻസിഡൻ്റ് ആയിട്ട് മറിഞ്ഞ് വീണതാണ് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ എന്നവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ കോയിൻസിഡൻസ് ഉണ്ടാക്കുന്നതിൽ മിടുക്കിയാണല്ലോ, ഞാനിപ്പോൾ തന്നെ അത് തുടച്ചു തരാമെന്നും പറഞ്ഞ് അവളിങ്ങനെ കൈവെക്കുമ്പോൾ അവളുടെ കൈ കയറി പിടിച്ചിട്ട് അവളെ തള്ളി മാറ്റാണ് അവൻ. എന്നിട്ട് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, ലിങ് പറഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നേ? അതെ, ലിങ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നേ എന്നവൾ പറയും. അപ്പോൾ അവൻ ചോദിക്കും, അവൻ എത്രയാണ് നിനക്ക് ഓഫർ ചെയ്തേ? അവൾ പറയും, ടാക്സും കഴിഞ്ഞിട്ട് ഒരുപാട് ഡോളേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. അവനിത് വേറൊരു രീതിയിലാട്ടോ മനസ്സിലാക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസയോ നിനക്കോ? നീ അത്രയ്ക്കും സെക്സിയും പ്രട്ടിയൊന്നും അല്ലല്ലോ. അവൾക്ക് എങ്ങനെയും അവളുടെ സ്റ്റുഡിയോ രക്ഷിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് സംസാരിക്കുന്നത്. അവൾ ഉടനെ പറയും, ഫൂ, നിങ്ങളുടെ സാധനം ഒരുപാട് വലുതാണെന്നും ടൈം കൺസ്യൂം ചെയ്യുന്നതാണെന്നും എനിക്കറിയാം. അതുപോലെ നിങ്ങൾ നല്ല ഡിമാൻഡിങ് ആണെന്നും എനിക്കറിയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം അറിയാതെ ഇങ്ങനെ തുപ്പുവാണ്. ഈ പെണ്ണ് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നതെന്നുമാണ് അവന് മനസ്സിൽ വിചാരിക്കുന്നത്. അവളാണെങ്കിൽ അവൻ്റെ പുതിയ വില്ലയെക്കുറിച്ചും അതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അവൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, ഫൂ, നിങ്ങൾ എന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ അവന് മതിയായിട്ട് ഷട്ടപ്പ് എന്ന് പറയുകയാണ്. അവനിങ്ങനെ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അവൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഫൂ, നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടം? ഞാൻ യൂഷ്വലായിട്ട് എൻ്റെ ക്ലയൻസിന് ഏത് സ്റ്റൈലാണോ ഇഷ്ടം ആ സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത്. 1 മിനിറ്റ്, എനിക്ക് നിങ്ങളെ എത്രത്തോളം ഗുഡാണ് ഞാനെന്ന് കാണിച്ചു തരാൻ പറ്റും. അതിനെനിക്ക് എൻ്റെ ഫോൺ വേണം എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ അവളുടെ ജാക്കറ്റ് തുറക്കാൻ പോവുകയാണ്. അവളിങ്ങനെ ബട്ടൺസൊക്കെ ഊരിയിട്ട് അത് തുറക്കാനായിട്ട് പോകുമ്പോൾ അവൻ കൈപിടിച്ചത് അടയ്ക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, പ്ലീസ് മിസ്റ്റർ ഫൂ, എനിക്ക് 1 മിനിറ്റ് തന്നാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം. നിങ്ങൾ എനിക്ക് ഒരു ചാൻസ് തരൂ, നിങ്ങളെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തോളാം എന്നവൾ പറയാണ്. അപ്പോൾ അവൻ അന്തം വിട്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, 1 മിനിറ്റോ? നീ എന്നെ അത്രയ്ക്ക് തരം താഴ്ത്തി കാണണ്ട. എന്നിട്ട് അവളോട് പറയാണ്, നീ എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന്. അപ്പോൾ അവളിങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്നോ? അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താ നിനക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല മിസ്റ്റർ ഫൂ, ഞാൻ നിങ്ങളെ പെർസ്വേഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവൻ പറയും, പെർസ്വേഡ് ചെയ്യാനോ? ക്യൂട്ടായിട്ടുണ്ട്.
അവൾ പറയും, ഇല്ല മിസ്റ്റർ ഫു, നിങ്ങൾ എന്നെ തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്. എന്നെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. ഞാൻ ഒരുപാട് ക്ലയൻസിനെ മാനേജ് ചെയ്തിട്ടുണ്ട്, എനിക്കിതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, എക്സ്പീരിയൻസ് ഉണ്ടെന്നോ? ഒരുപാട് ക്ലയൻസിനെ നീ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നോ? ഇത് നിൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ? അവൾ വീണ്ടും അത്ഭുതപ്പെട്ടിട്ട് പറയും, ഫസ്റ്റ് ടൈമോ? അല്ല, ഞാനിത് 3 വർഷമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ പറയും, എനിക്ക് എന്തായാലും നിന്നെ വേണ്ട, നീ പോയി മിസ്റ്റർ ലിന്നിനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ പറയും, ശരി, എന്നാൽ ഞാൻ മിസ്റ്റർ ലിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, മിസ്റ്റർ ലിന്നും നിൻ്റെ ക്ലയൻ്റ് ആണോ? അവൾ പറയും, ആ അങ്ങനെയും പറയാം. അപ്പോൾ അവൻ ഡിസ്ഗസ്റ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അവളൊന്നും മനസ്സിലാവാറുണ്ട്, എന്ത് ഡിസ്ഗസ്റ്റിംഗ്, ഞാൻ എങ്ങനെയാണ് അവനെ പ്രൊവോക്ക് ചെയ്തത് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ലിനിൻ്റെ കോൾ അവൾക്ക് വരും, എങ്ങനെ നീ ഫുവോട് സംസാരിച്ചോ, എൻ്റെ കസിൻ എങ്ങനെയുണ്ട്? അപ്പോൾ പെന്നി പറയും, നിങ്ങളുടെ കസിനെ ഡീൽ ചെയ്യാനായിട്ട് വലിയ പാടാണ്, ഡീൽ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ലിൻ പറയും, സാരമില്ല, നിനക്ക് നാളെ വേറൊരു ചാൻസ് വരുന്നുണ്ട്. ഫു ഫൗണ്ടേഷൻ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് നാളെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, നിനക്ക് അവിടെ വന്നിട്ട് സംസാരിക്കാം. അങ്ങനെ പെന്നി പിറ്റേ ദിവസം ആ പാർട്ടിക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് വേറൊരു ബിസിനസ് മാനേജറെ കാണുന്നുണ്ട്. അയാളിങ്ങനെ അവളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അയാൾ കുറച്ചൊന്ന് കുടിച്ചിട്ടുണ്ട്. അവളിങ്ങനെ മറിഞ്ഞു വീഴാൻ പോകുന്നതുകൊണ്ടും ശരിക്കും നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും അവൾ കൈ പിടിച്ചിട്ട് ഞാൻ ആക്കിത്തരാമെന്ന് പറയുകയാണ്. ലിഫ്റ്റിൽ കയറാനായിട്ട് വരുമ്പോൾ ലിഫ്റ്റിൽ ഫു ഉണ്ട്. അപ്പോൾ ഡോർ ക്ലോസ് ചെയ്യാൻ പോയപ്പോൾ അവനാണ് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇവർക്ക് വേണ്ടിയിട്ട്. കൂടെയുള്ള മാനേജറാണെങ്കിൽ കുടിച്ചിട്ട് ബോധമില്ലാണ്ട് എന്തൊക്കെയോ സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ മാനേജറാണെങ്കിൽ കുടിച്ചിട്ട്, നിനക്ക് മണിയെക്കുറിച്ച് വിചാരമുള്ളൂ, ഫീലിങ്സിനെ കുറിച്ച് ഒരു വിചാരമില്ലേ എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവളാണെങ്കിൽ ആ മാനേജർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അവൻ വിചാരിക്കുന്നത് ഇവളോടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ്. അവൻ ചോദിക്കും, ഇയാൾ നിൻ്റെ ക്ലയൻ്റ് ആണോ? അപ്പോൾ അവളിങ്ങനെ തലയാട്ടും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഫു, നിങ്ങൾ ഏത് സ്റ്റൈൽ വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് എല്ലാ സ്റ്റൈലും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടെയുള്ള മാനേജറും പറയുന്നുണ്ട്, അവൾ മിടുക്കിയാണ്, അവൾക്ക് എല്ലാ സ്റ്റൈൽസും മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, നല്ല ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറയാണ്. അവൾ പറയും, എൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ അതിന് വേണ്ടി ചാർജ് ചെയ്യത്തില്ല. അപ്പോൾ അവൻ ആകെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിനക്ക് കുറച്ചധികം ക്ലയൻസ് ഉണ്ടല്ലേ? അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൂവിൻ്റെ വില്ല ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ, അതുകൊണ്ടായിരിക്കും ഫൂ ഇങ്ങനെ പറയുന്നത് എന്നാണ് അവൾ വിചാരിക്കുന്നത്. എന്നിട്ടും അവൾ പറയുന്നുണ്ട്, ഫൂ, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കുകയാണെങ്കിൽ വേറെ ക്ലയൻസിനെ ഒന്നും ഞാൻ സർവീസ് കൊടുക്കത്തില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു 5 മിനിറ്റ് സമയം തരാമോ? അപ്പോൾ അവൻ പറയും, നീ നിന്നെ തന്നെ പബ്ലിക്കിൽ വിൽക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ എന്നും പറഞ്ഞിട്ട് ലെഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അവൾക്കാകെ കൺഫ്യൂഷനാണ്, ഇവനെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. താഴെ കാർ പാർക്കിങ്ങിൽ ഈ മാനേജറെ കാറിലാക്കിയിട്ട് അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു വരുന്ന സമയത്താണ് ഫൂവിൻ്റെ അസിസ്റ്റൻറ്റിനെ കാറിനടുത്ത് വെച്ച് അവൾ കാണുന്നത്. അസിസ്റ്റൻറ്റ് ഫോണിൽ സംസാരിക്കുന്നത് അവളിങ്ങനെ ഒളിച്ച് കേൾക്കുകയാണ്. അതായത് ഫൂവിന് വേറൊരു ദിവസം ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതും വേറൊരു ഡിസൈൻ കമ്പനിയുടെ ഓണറുമായിട്ട് മീറ്റിംഗ് ആണ്. ആ കോൺവെർസേഷൻ കേട്ട് അവൾ വിചാരിക്കുന്നുണ്ട്, ഇവരുടെ ഡിസൈൻ കമ്പനിയായിട്ട് എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് ചാൻസ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് ഒരു ഡിസൈനിൻ്റെ കോപ്പി എടുത്ത് ആ കാറിൻ്റെ മുകളിൽ വെക്കുകയാണ്. കുറേ കഴിഞ്ഞ് അവൻ്റെ കാറിൽ കയറാനായിട്ട് വരുമ്പോൾ കാറിൻ്റെ മുകളിൽ ഇത് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവൻ എടുത്ത് നോക്കിയിട്ട് അസിസ്റ്റൻറ്റിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണിത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏതെങ്കിലും ഡിസൈൻ കമ്പനി നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും, ഞാൻ ഇപ്പം തന്നെ അത് കൊണ്ട് കളയാം എന്ന് പറയാണ്. പക്ഷെ അവതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ വേണ്ട, വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞത് നോക്കുകയാണ്. അതിലെല്ലാം യുണീക്ക് ഡിസൈനാണ്, ഈ കമ്പനിയെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യണം എന്നും പറഞ്ഞ് അവൻ അസിസ്റ്റൻറ്റിനോട് പറയാണ്. മിയാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ രണ്ടാനമ്മ അവളുടെ അച്ഛനോട് ഇങ്ങനെ, എന്തുകൊണ്ടാണ് നീ ഫൂവിനെ ഡിവോഴ്സ് ചെയ്യുന്നതിൽ നിന്ന് അവളെ തടയാത്തത് എന്തേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതാണ് കേൾക്കുന്നത്. ഫൂവിൻ്റെ കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കുറേ കമ്പനി നമ്മുമായിട്ട് പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഡിവോഴ്സ് കേസ് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്ണർഷിപ്പ് നിർത്തിയിട്ട് പോവും. അവളിതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് അവളുടെ കാര്യമല്ലേ, അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ എന്തായാലും ഒരു വഴി കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടാനമ്മ വീണ്ടും ബഹളം വയ്ക്കുകയാണ്, ഇന്നത്തെ ബോർഡ് മീറ്റിങ്ങിൽ തന്നെ നിനക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല, ഇനി എങ്ങനെ വഴി ഉണ്ടാക്കുമെന്നാ? ഫൂവിൻ്റെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും എൻ്റെ മോളും കൂടി എങ്ങോട്ട് പോകാനാ എന്നൊക്കെ ചോദിച്ച് രണ്ടാനമ്മ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിലും മിയാന് വേണ്ടി സപ്പോർട്ടാണ്. അത് അവളുടെ ലൈഫല്ലേ, അവൾക്ക് വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യട്ടെ, അതിൽ നമ്മളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അവൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു. പിറ്റേന്ന് ഫൂ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയാണ്, ഫൂ, ഇന്ന് ലോയർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലോയർ പറഞ്ഞത് ഷെങ് മിയാൻ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം റീതിങ്ക് ചെയ്യാൻ പോവുകയാണെന്നാണ്.
അപ്പോൾ ഫൂ ഇങ്ങനെ അനോയിഡായിട്ട് പറയുകയാണ്, അവൾ ആദ്യം ഡിവോഴ്സ് ചെയ്യാമെന്ന് സമ്മതിച്ചതല്ലേ, പിന്നെന്താ ഇപ്പോൾ ഒരു മനംമാറ്റം. അപ്പോൾ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, അവളുടെ രണ്ടാനമ്മ ഷെൻ ലു, അവർക്കാണെങ്കിൽ നമ്മുടെ കമ്പനി വീണ്ടും അവരുടെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഫൂ പറയാണ്, ഓ അപ്പോൾ മണിയാണ് അവളുടെ പ്രധാന ലക്ഷ്യം. എന്തായാലും അവളെൻ്റെ ലോയറുമായിട്ട് സംസാരിക്കട്ടെ, ഞാൻ അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് ഡിവോഴ്സ് വേണം. എന്നിട്ട് അസിസ്റ്റൻ്റ് പറയാണ്, നാളെ ടെന്നീസ് കോർട്ടിലേക്ക് പ്ലേ ചെയ്യാനായിട്ട് ഷയോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഫൂവും മറ്റേ മിസ്റ്റർ ഷയോയും കൂടി ടെന്നീസ് കളിക്കാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഫൂ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ഷയോ പറയുന്നുണ്ട്. അവനെങ്ങനെ പൊക്കിയൊക്കെ പറഞ്ഞിട്ട്, ഫൂ നിങ്ങളുടെ പുതിയതായിട്ട് വാങ്ങിയ വില്ല ഡിസൈൻ ചെയ്യണമെങ്കിൽ എൻ്റെ കമ്പനിയെ അപ്രോച്ച് ചെയ്താൽ മതി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നമ്മുടെ ഫാമിലീസ് ഓൾഡ് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിസൈൻ കമ്പനി ചൂസ് ചെയ്യുന്നതായിരിക്കും ഫൂവിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഡിസൈൻ മോഡൽ കാണിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഷെങ് മിയാൻ നടന്നു വരികയാണ്. ഇതോടെ രണ്ടാമത്തെ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കണം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.